ഷിരൂരിൽ നിന്ന് ഒരു വിശേഷം കൂടി അലക്സ് റാം മുഹമ്മദിന് പറയാനുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ വീണ്ടും ഒന്ന് ഷിരൂരിലേക്ക് പോവുകയാണ്. അലക്സ് റാം മുഹമ്മദ്, എന്താണ് വിവരം? പറയൂ. കനത്ത മഴ പെയ്യുകയാണോ? കാറ്റുണ്ടോ? കനത്ത മഴയും കാറ്റുമാണ് ഷിരൂരിൽ. കനത്ത മഴ എന്നാൽ ഇടവിട്ട് കനത്ത് പെയ്യുകയാണ് മഴ. അത് മാത്രമല്ല മൂടൽമഞ്ഞുമുണ്ട്. ഇവിടുത്തെ മഴ ഞാൻ നേരത്തെ പറഞ്ഞു, ഇടവിട്ടത് അങ്ങനെ ഒരു 10-15 മിനിറ്റ് ഇടവിട്ട് അങ്ങ് കാര്യമായി പെയ്യും. പിന്നെ കുറച്ചു നേരം ആ മഴ ഉണ്ടാകില്ല. അത് കഴിഞ്ഞ് വീണ്ടും സമാനമായ മഴയോ അതിൽ കൂടുതൽ മഴയോ ലഭിക്കുന്ന ഒരു പ്രകൃതമാണ് ഈ ഷിരൂരിന്റെ പ്രകൃതം. അത് ആ പുഴ, ആ നദിയിലെ, ഗംഗാവാലി നദിയിലെ ഈ നീരൊഴുക്കടക്കം വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മൾ രാവിലെ എത്തിയതിനേക്കാളും വെള്ളം ഇപ്പോൾ അവിടെയുണ്ട്. അങ്ങനെയെങ്കിൽ അത് ഏത് വിധത്തിൽ ഈ ദൗത്യത്തെ ബാധിക്കും എന്നുള്ളതാണ് എസ്കേൻ കാണേണ്ടത്. ആ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ആ ഡ്രഡ്ജിങ് രാവിലെ ജസ്റ്റ് ഒന്ന് തുടങ്ങി, അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ദ്രബാലൻ മഴ കനത്തതിനെ തുടർന്ന് തിരിച്ച് അദ്ദേഹം കരയിലേക്ക് പോയിട്ടുണ്ട്. എസ്കേൻ, ഇതിൽ അർജുന്റെ സഹോദരി അഞ്ജുവിന്റെ ഭർത്താവ് ജിതിൻ നമുക്കൊപ്പമുണ്ട്. ജിതിൻ ഈ കഴിഞ്ഞ ദിവസങ്ങൾ, ഈ ദൗത്യം ആരംഭിച്ച ദിവസം എല്ലാം ജിതിൻ ഇവിടെയുണ്ട്. ജിതിൻ മഴ നനഞ്ഞുകൊണ്ട് തന്നെ അത് തുടരുകയാണ്. ജിതിൻ, കനത്ത മഴ പെയ്യുകയാണ്. അങ്ങനെ ഒരു നമ്മുടെ ദൗത്യം മുന്നോട്ട് പോകുക എന്നുള്ളതിനൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇവർക്ക് ഡ്രഡ്ജിങ് നടത്താൻ സാധിക്കുമോ? എന്താണ് അതിൽ? അല്ല, ഡ്രഡ്ജിങ് ഇന്നലെ പറഞ്ഞിരിക്കുന്ന പ്രകാരം താൽക്കാലികമായിട്ട് ഒന്ന് നിർത്താൻ സാധ്യതയുണ്ട്. ഈ മഴ കനക്കുകയാണെങ്കിൽ മാത്രം എന്നാണ് അറിയിച്ചത്. മഴ നോർമൽ മഴയാണെങ്കിൽ ഡ്രഡ്ജിങ് തുടരും തന്നെയാണ് ഇന്നലെ അറിയിച്ചിരിക്കുന്നത്. അതിലൊരു വ്യാകുലപ്പെടേണ്ട ആവശ്യം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇന്നാണ് റെഡ് അലർട്ട് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ ഒരു സമയങ്ങളിൽ മാത്രമായിരിക്കാം ഈ ഡ്രഡ്ജിങ് നിർത്തുന്നത്. കാരണം ഇവർ ഹവേഴ്സ് കണക്ക് പ്രകാരം തന്നെയാണ് ഈ ഡ്രഡ്ജിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഹവേഴ്സ് നിർത്തി കഴിഞ്ഞാൽ അതിന്റെ പാരലായിട്ട് അവർ ആ ഹവേഴ്സ് എടുത്തുകൊണ്ട് തന്നെ ഒരു മുന്നോട്ട് നീങ്ങും തന്നെയാണ്. അനുകൂല കാലാവസ്ഥ ഉണ്ടാകുമ്പോൾ ഈ മണിക്കൂറുകൾ പിന്നീട് അവർ ഡ്രഡ്ജ് ചെയ്യും. അങ്ങനെയാണ് ഇന്നലെ അറിയിച്ചിരിക്കുന്നത്. ആ കാര്യങ്ങളെല്ലാം ഇന്നലെ MLA യും SP അടക്കമുള്ളവർ വിശദീകരിച്ചു. തീർച്ചയായിട്ടും അതെല്ലാം ബോധ്യപ്പെടുത്തി. അവർ തന്ന ഉറപ്പ് എന്ന് വെച്ചാൽ ഇത് 10 ദിവസത്തേക്കുള്ള തെരച്ചിൽ മാത്രമല്ല, അർജുന്റെ ലോറി കണ്ടെത്തുന്നത് വരെയുള്ള ഒരു തെരച്ചിൽ തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിൽ വ്യാകുലപ്പെടേണ്ട ഒരാവശ്യവും ഇല്ല എന്ന് തന്നെയാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അത്ര കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തി. ഇന്നലെ നിങ്ങൾ പറഞ്ഞ CP1 ഇന്നലെ ഒരു ദിവസത്തെ മുഴുവൻ പരിശോധന നടത്തിയത്. അതെ, ആ ഭാഗത്തു നിന്നാണല്ലോ നമുക്ക് അർജുന്റെ ആ ലോറിയുടെ ആ ഭാഗവും കണ്ടെത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അവിടെ ഇനി കൂടുതലായിട്ടുള്ള തെരച്ചിൽ നടത്തേണ്ട ആവശ്യമുണ്ട്. എന്നിരുന്നാൽ കൂടിയിട്ടും ഈ മാർക്ക് ചെയ്ത എല്ലാ ഭാഗങ്ങളും അവർ തെരച്ചിൽ നടത്തുകയും ചെയ്യും. ഇന്ദ്രബാലൻ സാർ പറഞ്ഞ CP4 ഈ ട്രക്കിന്റെ സ്ട്രോങ് സിഗ്നൽ ലഭിച്ചത്. അപ്പോൾ അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അവിടെ തിരച്ചിൽ അവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോവുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം അവിടെയും. കാരണം ഇവർ ഈ സ്ട്രോങ് ആയിട്ട് മെറ്റൽ ഭാഗങ്ങൾ കിട്ടിയ ഭാഗങ്ങൾ അവർക്ക് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. അത് ആ ഭാഗങ്ങൾ ടവറിന്റെ കുറെ ഭാഗങ്ങൾ ഉണ്ട്. അപ്പം അതാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ലോറി ആകാനും സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഒരു റിസൾട്ട് ഉണ്ടാകും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നന്ദി, വളരെ നന്ദി. അർജുനാണ് എസ്കേൻ ചേർന്നത്. അർജുൻ പറഞ്ഞത് അവർ ഇന്നലെ നൽകിയ ഉറപ്പ് അതെന്താണെന്ന് കൃത്യമായി അർജുൻ പറയുകയായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ കുടുംബത്തെ വിശ്വാസത്തിലെടുക്കാൻ ജില്ലാ ഭരണകൂടവും കർണാടക സർക്കാരും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തിരച്ചിൽ താൽക്കാലികമായെങ്കിലും നിർത്തേണ്ടി വന്നാൽ പിന്നീട് ഇതേ മണിക്കൂറുകൾ അടുത്ത് വീണ്ടും അനുകൂല കാലാവസ്ഥ ഉണ്ടാകുമ്പോൾ ആ മണിക്കൂറുകൾ കൂടുതലായി തിരച്ചിൽ നടത്തും എന്നൊരു ഉറപ്പ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി അഥവാ ഡ്രഡ്ജിങ് ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ പോലും അർജുന്റെ ലോറി കണ്ടെത്തുന്നത് വരെ മറ്റു സമാന്തര പരിശോധനകൾ ഇവിടെ തുടരുമെന്ന ഉറപ്പ് കുടുംബത്തിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അർജുൻ വ്യക്തമാക്കിയത്. എന്താണെങ്കിലും ഇപ്പോൾ പ്രതിസന്ധി നേരിടുന്നുണ്ട് ഈ ഡ്രഡ്ജിങ് താൽക്കാലികമായി ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്ന സ്കാൻ. കൂടുതൽ അനുകൂലമായ ഒരു കാലാവസ്ഥ ഉണ്ടായാൽ ഈ മഴ ഈ ശക്തമായ മഴ എന്നുള്ളത് മാറി നിന്നാൽ ഈ ഡ്രഡ്ജിങ് പുനരാരംഭിക്കും. മറ്റു ഡൈവിംഗ് അടക്കമുള്ള കാര്യങ്ങൾ പുനരാരംഭിക്കും. സ്കാൻ. ഓക്കെ, ഷിരൂരിൽ നിന്നും ഞങ്ങളുടെ സ്റ്റാർ റിപ്പോർട്ടർ അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.